വീട്ടിൽ കാണും നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോ അവിടെ പോയേച്ചല്ലേ വരുന്നത്. ഓമനക്കുട്ടൻ വീട്ടിൽ ചെന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം മഹേശ്വരിയമ്മേ, ഇതിനകത്ത് എന്തോ കള്ളക്കളികളുണ്ട്. എന്റെ പേടി അതല്ല. ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ലോല ഹൃദയനാണ്. ഈ നാട്ടിലെ ആളുകളുടെ പിത്തലാട്ടം കണ്ട് പേടിച്ച് ഈ ചെറുപ്പക്കാരൻ വല്ല കടുങ്കയ്യും ചെയ്തു കാണുമോ എന്നാ എന്റെ ഭയം. എന്താടാ കാര്യം പറ. വന്നു കൊച്ചമ്മേ. ആര് വന്നു? ഓമനക്കുട്ടൻ സാറ്. അയ്യോ, എവിടെ? നീ കണ്ടോ? ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുകൂടി ഉണ്ട്. ആരാന്നറിയാമല്ല. വീടിന് മുന്നിൽ കാർ നിൽക്കുന്ന കണ്ട്, രണ്ടുപേരും ഇറങ്ങുന്നത് കണ്ട്, അകത്തേ പോകുന്നതും കണ്ടു കൊച്ചമ്മേ. കൂടാര് പിന്നെ? എടാ, അത് ഓമനക്കുട്ടൻ തന്നെയാണോ? ഓമനക്കുട്ടൻ സാറ് തന്നെ കൊച്ചമ്മേ. പക്ഷേ എന്നെ കണ്ട് ചിരിച്ചതൊന്നുമില്ല. ഓമനക്കുട്ടൻ സാറ് സാധാരണ എന്നെ കണ്ടാ ചിരിക്കുന്നതാണല്ലോ. ഇല്ല, ഓമനക്കുട്ടൻ സാർ തന്നെ. ശരി, നീ അകത്തേക്ക് പോ. ഞാനൊന്ന് പോയി കണ്ടാലോ? വേണ്ട, നിങ്ങൾ പോകണ്ട. ഞാൻ പോയി കാണാം. എന്നോടാവുമ്പോ ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അതാ നല്ലത്. ഹലോ, നമസ്കാരം. ഞാൻ പഴയ ബാങ്ക് മാനേജറാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് ചരിത്രത്തിൽ രണ്ടാമതായി പറഞ്ഞത് അത് ഞാനാണ്. മനുഷ്യന്റെ സ്വപ്നമാണല്ലോ സ്വർഗം, റൈറ്റ്? പക്ഷെ ഇവിടെ മാത്രം എന്തേ സ്വർഗത്തു നിന്നും പാവപ്പെട്ട മനുഷ്യർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഓമനക്കുട്ടനെ പറ്റി യാതൊരു വിവരവുമില്ല. എല്ലാവരേക്കാൾ കൂടുതൽ വിഷമിച്ചത് ഞാനാ. കാരണം ഓമനക്കുട്ടനെ ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പൊ പിന്നെ അറിയാം. തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ കാണാൻ ധൃതിയായി. അല്ല, ഓമനക്കുട്ടൻ ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്താ? മാനസികവും ശാരീരികവുമായി മിസ്റ്റർ ഓമനക്കുട്ടൻ വളരെ ക്ഷീണിതനാണ്. ഇപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മതി, കുളി കഴിഞ്ഞിട്ട് മതി, ധൃതിയില്ല. 2.5 മണിക്കൂറെങ്കിലും എടുക്കും മിനിമം കുളി കഴിയാൻ. ഔഷധവീര്യമുള്ള ഒരു പ്രത്യേകതരം കുഴമ്പ് തേച്ച് വേണം കുളിക്കാൻ. ഉവ്വ. നാളെ ബാങ്കിൽ വരുമായിരിക്കുമല്ലോ അല്ലേ? വരണമല്ലോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. എന്താ നിർബന്ധമുണ്ടോ? നാം തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് നാം തമ്മിൽ ഇരിക്കുന്ന കസേരയുടെ പോലെ ഉള്ളൂ. പേര് പോലും പറഞ്ഞില്ല. അനാഥൻ. എന്താ? അനാഥൻ. അല്ല, ഈ ഗോപിനാഥൻ, ഭാഗ്യനാഥൻ, രംഗനാഥൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അനാഥൻ നാഥൻ എന്നായിരിക്കും അല്ലേ? ഇഷ്ടം. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഭാർഗവമനോട് പറഞ്ഞേക്കൂ ഓമനക്കുട്ടൻ മടങ്ങി വന്നിട്ടുണ്ടെന്ന്. റൈറ്റ്? ഉവ്വ. ആരുടെയൊക്കെ ദൈവാധീനം കൊണ്ടാ ഓമനക്കുട്ടൻ മടങ്ങിയെത്തിയത്. പാവം മനസ്സുകൊണ്ട് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ചെല്ലുമ്പോ കുളിച്ചുകൊണ്ടിരിക്കുക. വെറും കുളിയല്ല, 2.5 മണിക്കൂർ എണ്ണയും കുഴമ്പും തേച്ചുള്ള കുളിയാ. ഓമനക്കുട്ടൻ നിങ്ങളെ കണ്ട് ചിരിച്ചോ? ചിരിച്ച് കാണണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അകത്തെ മുറിയിൽ ഇരുന്ന് ചിരിച്ചാൽ പുറത്തിരിക്കണം ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ ഓമനക്കുട്ടനെ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. ഓമനക്കുട്ടനെ ഞാൻ കണ്ടില്ല. കണ്ടെന്നാരാ പറഞ്ഞേ? പിന്നെ നിങ്ങൾ ആരെയാ കണ്ടേ? അനാഥനെ. അനാഥനോ? ആ, അനാഥൻ. നിങ്ങൾ എന്താണ് ആശാനെ ഈ പറയുന്നത്? ഓമനക്കുട്ടനെ കാണാൻ പോയിട്ട് അനാഥനെ കണ്ടിട്ട് എന്താ കാര്യം? ഓമനക്കുട്ടനെ കാണണമെങ്കിൽ അനാഥൻ സമ്മതിക്കണ്ടേ? അനാഥൻ അകത്തേക്ക് വിട്ടാലല്ലേ ഓമനക്കുട്ടനെ കാണാൻ നോക്കൂ. ഇവനാണെന്ന് അകത്ത് വിടാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആൾക്കാരുടെ വീട്ടിൽ കയറുന്ന പറയാൻ ഇവൻ എന്താ അവകാശം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ല ആശാനെ, ഇവൻ ആരാണെന്ന് ആശാനെ പറയുന്നത്? ഇവൻ ആരായാലും കൊള്ളാം. ഈ നാട്ടിൽ നടക്കുന്ന സർവ്വമാന വിവരങ്ങളും കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ അവനറിയാം. നിങ്ങളെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. എന്തിന്? ഞാൻ സെന്റ് ഓഫിന്റെ അന്ന് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, ആ കൊച്ചൻ അക്ഷരം പ്രതി കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കും. നിങ്ങൾ എന്തിനാ വരളുന്നത്? അല്ല, ഓർക്കാപ്പുറത്തൊരു അന്വേഷണം വരുമ്പോ അവൻ ആരാ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ?
എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വരാമല്ലോ. ഇരിക്കൂ. ഞാൻ ഇവിടുത്തെ മഹിളാ സമാജം പ്രസിഡന്റാണ്. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം. ഞാൻ വന്നത് ഓമനക്കുട്ടനെ കാണാനാണ്. സോറി, ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. അത് പറയാൻ തീരുമാനിക്കാൻ ചെയ്യേണ്ടത് ഓമനക്കുട്ടനല്ലേ? ഓമനക്കുട്ടൻ അങ്ങനെ പറയാനും തീരുമാനിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. ഞാൻ ഓമനക്കുട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഓമനക്കുട്ടന്റെ അമ്മയും അച്ഛനും നല്ല പരിചയമുണ്ട്. പക്ഷെ അവർ പോലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉള്ള കാര്യം. അമ്മയും അച്ഛനും അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാറില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമായിട്ട് ഇതിനെ കരുതിയാൽ മതി. ഞാൻ ഓമനക്കുട്ടന്റെ അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയാണ്, അമ്മയല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതല്ലാതെ മറ്റു വല്ലതും പറയാനുണ്ടോ? ഒരു പരിചയമില്ലാത്ത, പേര് പോലും അറിയാത്ത നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അല്ല, എനിക്ക് പേരില്ലാന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. പേരൊക്കെ ഉണ്ട്. അനാഥൻ. അനാഥനോ? ആ പേരിന് പിന്നെ ഒരു ഐശ്വര്യം ഇല്ലല്ലോ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 7ാമത്തെ വയസ്സിൽ മരിച്ചുപോയ സുരേഷ് എന്നൊരു മകനില്ലേ, ആ പേരിൽ എന്നെ വിളിച്ചാൽ മതി. Steady, please. Keep a smile. Right. ഒരു കാര്യം ചോദിച്ചാൽ ഓവനക്കുട്ടൻ എന്നോട് സത്യം പറയാമോ? ഒരു തുമ്പിയെ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി? തുമ്പിയെ കാണണമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയാല്, അതും ഈ പ്രായത്തിൽ നടക്കാൻ തുടങ്ങിയാല് ആൾക്കാർ പറയും വട്ടാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം? ശരിയാണ്. ഞാൻ ഓർത്തു പോവാണ് ഓവനക്കുട്ട. ഓണക്കാലം, ഞങ്ങൾ കുറെ പിള്ളേർ, ഒരു തുമ്പി. ഞങ്ങൾ ഒരുമിച്ച് പാടും. തുമ്പി തുമ്പി കല്ലെടുക്ക്, തുമ്പി കല്ലെടുക്കും. അന്നൊക്കെ പറമ്പിൽ നിറയെ മാവുകളാണ്. മാവിൽ നിറയെ മാങ്ങ, പഞ്ചാര മാങ്ങ, ചക്കര മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ. ഈ പഴുത്ത മാങ്ങയ്ക്ക് ഒരു നല്ല മണം ഉണ്ടറിയാം. അന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നിടത്താ കാറ്റ്. ഞങ്ങൾ പിള്ളേർ മാറി എന്ന് വിളിച്ചു പറയും, കാറ്റേവാ കാറ്റേവാ, ഒരു മാമ്പഴം ഇട്ടേച്ച് പോകാമോ എന്ന്. ആ നിമിഷം കാറ്റ് വരും, മാവിന്റെ ശിഖരങ്ങൾ ഉലയ്ക്കും. അല്ല, എന്താ ഓമനക്കുട്ടൻ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഒളിച്ചുകൾ എവിടെ കൊണ്ട് ഞാൻ എത്തിക്കുമെന്നാണ്. ഒളിച്ചുകളി? ആ, എന്നോടൊപ്പം താമസിക്കുന്നു, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുന്നു. പക്ഷേ ആരാണെന്ന് എന്നോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് സാരമില്ല, പറയേണ്ട സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. തൽക്കാലം ഓമനക്കുട്ടനും കവിതയും തമ്മിലുള്ള വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു മുമ്പ് എല്ലാം ഒന്ന് കലങ്ങി തെളിയണം. ആ മഹിളാ സമാജം ഉണ്ടല്ലോ, ശരിക്കൊന്ന് കലങ്ങിയിട്ടുണ്ട്. അവർക്കെന്നെ ഇപ്പൊ കിട്ടിയാൽ കൊത്തിയെരിഞ്ഞുപ്പിലിടാനുള്ള ദേഷ്യമുണ്ട്. വാ തുറന്ന തറുതലിയെ പറയൂ. പേര് ചോദിച്ചപ്പോ പറഞ്ഞു അനാഥനെന്ന്. അങ്ങനെ ഒരു പേരുണ്ടോ നാത്തൂന്? അല്ല, പേരിന്റെ കാര്യം അതിപ്പോ എന്ത് പേര് വേണമെങ്കിലും ആവാം. പരിഷ്കാരവും മൂത്ത് ആണും പെണ്ണും കെട്ട പേരുകളാണല്ലോ ഇപ്പൊ എല്ലാം. പക്ഷെ സുരേഷ് മരിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാ ഓമനക്കുട്ടൻ പറഞ്ഞിട്ടാണെങ്കിലോ? ഇല്ല നാത്തൂനെ, ഞാൻ ഓമനക്കുട്ടനോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ ഓമനക്കുട്ടൻ അറിയാനും പോകുന്നില്ല. ഓമനക്കുട്ടനോട് എന്ത് ചോദിച്ചാലും ഉത്തരം അനാഥനെ പറയൂ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആണ് പോലും. പക്ഷേ സുരേഷിന്റെ കാര്യം പറഞ്ഞത് മുതൽ എനിക്കാകെ ഒരു പരിഭ്രമം. ഇയാൾ ആരാണെന്നാ? ഞാനൊരു അഭിപ്രായം പറയാം. മഹേശ്വരി ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ പഴയതുപോലെ അങ്ങ് പെരുമാറുക. പണ്ടത്തെ പോലെ ചോറ് കൊടുത്തയക്കുക, കുശലങ്ങൾ അന്വേഷിക്കുക. പക്ഷെ ഈ അനാഥനെ ഓർത്ത് മഹേശ്വരി ഒഴിഞ്ഞു നിൽക്കുന്നത് തീരെ ബുദ്ധിയല്ല. മാത്രമല്ല, ഓമനക്കുട്ടന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണമല്ലോ. പാപ്പാ, ഇവിടെ കൊയലപ്പുണ്ടോ? ഇവിടുത്തെ കൊയലപ്പത്തെ പറ്റി ഇങ്ങക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം.
ഇങ്ങടെ നാടേതാ? ഊട്ടി. അല്ല, ഊട്ടിയിൽ വരെ നമ്മൾ കൊയലപ്പത്തെ പറ്റി കേട്ടിരിക്കണല്ല. അതിരിക്കട്ടെ, ഒരു കൊയലപ്പം തന്നെ ഇപ്പൊ എന്താ വഴി? ഇല്ല പിള്ളേ, കൊയലപ്പം ഉണ്ടാക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെ ബീവി ആയിരുന്നു അതിന്റെ ഒക്കെ ആള്. ഓള് മയ്യത്തുമായി ഐഷ മോളെ നമ്മൾ കെട്ടിച്ചു വിടുകയും ചെയ്തു. കൊയലപ്പവും പോയി. ഇപ്പൊ പിന്നെ ആരിക്ക് വേണം കൊയലപ്പം? എല്ലാവർക്കും പ്രൈ മതിയല്ല. ആട് പ്രൈ, മാട് പ്രൈ, കോഴി പ്രൈ. കോഴീനറുത്ത് കറി വെച്ച് കോഴി അല്ലാണ്ടാക്കി കൊടുക്കണം. അതാണ് ഇപ്പൊ എല്ലാവർക്കും വലിയ ഇഷ്ടം. മനോജ് സാറേ, ഞമ്മള് കുറെ നാളായിട്ട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കടയുടെ പുറയില് ഞമ്മളെ ഉടപ്പുറന്നുള്ള 2 മുറിയുള്ള ഒരു പെരയുണ്ട്. ഓളെ കെട്ടിയനാണെങ്കിൽ മയ്യത്തായി. ബാങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ കയ്യാനുള്ള ബകയാവുമല്ലോ. ഞാൻ ശ്രമിക്കാം. വേണ്ട വേണ്ട, അതുപടി ഇരിക്കട്ട്. നമ്മള് കണക്കിൽ എഴുതിക്കൊള്ളാന്ന്. പോകാം. അല്ല, ഇത് പടം പിടിക്കണ പെട്ടിയാണല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ കടയുടെ മുന്നിൽ നിന്ന് തരാം. നിങ്ങൾ പടം എടുത്തോളി, പെരുത്ത് ഉഷാറായിട്ടുണ്ടാവും. അത് ഞങ്ങളൊരു ദിവസം കുറച്ചുകൂടെ വെട്ടമുള്ള നേരത്ത് വരാം, പകല്. അപ്പൊ എടുക്കാം. അല്ല, നമ്മുടെ ജോയ് സാറില്ലേ ഇവിടെ? സാറ് കുറച്ച് ദിവസം ലീവിലാ. പിന്നെ നമ്മുടെ ഓമനക്കുണ്ട സാറിന്റെ അടുത്ത് ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളെ ഏതാ? അത് സാറിന് ഏതോ വേണ്ടപ്പെട്ട ആളാ. അങ്ങനെ എന്തിനാ എപ്പോഴും കയറി ഇവിടെ കുത്തിയിരിക്കുന്നത്? അങ്ങനെ ബാങ്ക് ഇരിക്കാൻ സമ്മതിക്കോ? ആർക്കറിയാം. ഓഹോ. താങ്ക് യു. ഹലോ, നിൽക്കണം. തന്റെ പേര് പറഞ്ഞില്ലല്ലോ. ചാക്കോ. റൈറ്റ്. എങ്ങനെയുണ്ട് ചാപ്പാട്, കൊള്ളാമോ? അല്ല, കൊച്ചമ്മ ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നോടോ ഓമനക്കുട്ടനോടോ? രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞു. ചാക്കോ, ഇവിടെയുള്ള ബാക്കി ബാങ്കിലേക്കെല്ലാം നമ്മുടെ കൊച്ചമ്മ തന്നെയാണോ ആഹാരം സപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയല്ല, കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ കൊണ്ടുകൊടുക്കും. അത് ശരി. ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓ, ഇത്ര നല്ലൊരു ഭക്ഷണം ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഊണിന് ഞാൻ ഒരു 7 രൂപ വില ഇടുന്നുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ. എത്ര പപ്പടമായിരുന്നു? 2 പപ്പടം. 2 പപ്പടം. അപ്പൊ അതിനൊരു 50 പൈസ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 7 രൂപ 50 പൈസ. ബാക്കിയുള്ള 2.5 രൂപ. അയ്യോ സാർ, ഇത് കാശിനുള്ളതല്ല. ചുമ്മാ തിരി ചാക്കോ, എനിക്കിതിന്റെ പരിപാടിയൊക്കെ അറിയില്ലേ. ചില ആൾക്കാര് ഹോട്ടൽ എന്നുള്ള ബോർഡ് വെച്ച് കാശുണ്ടാക്കും. കൂടുതൽ പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചാപ്പാടുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കും. അയ്യോ, കൊച്ചമ്മയ്ക്ക് ചോറ് ബിസിനസ് ഇല്ല. പക്ഷെ ഇതിൽ കുറച്ച് ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ബിസിനസ് ചോറാണ്, റൈറ്റ്? സ്വല്പം കാശൊക്കെ കയ്യിൽ നിന്ന് മുടക്കി ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് പിടിക്കത്തുള്ളൂ. പിന്നെ നാളെ മുതൽ നമുക്ക് ഈ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റണം. ചുമ്മാ ഈ വെണ്ടയ്ക്കയും വഴുതനയൊക്കെ എത്ര നാൾ കഴിക്കാൻ പറ്റും? ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ മാട്ടിറച്ചിയായാലും കുഴപ്പമില്ല. അവൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിച്ചോളാം. ഞാൻ സ്വല്പം കഴിച്ച് ശീലിച്ച കൂട്ടത്തില് ആ വിവരം കൊച്ചമ്മയോടൊന്ന് പറയുകയും വേണം, റൈറ്റ്? ഓ.